ഗൈസ് അമ്മ വിളിക്കുന്നുണ്ട് എന്താന്ന് കേട്ടോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രിയിലാവുന്നതിനാട്ടി മുന്നേ ഇത് വനിതാ ഹോട്ടലേനി അല്ലേ അമ്മേ? പഴയ വനിതാ ഹോട്ടലേനി. അപ്പം അതിൻ്റെ പാരപ്പറ്റൊക്കെയാണ്, അതിൻ്റെ തേണൊക്കെയാണ്. അത്യാവശ്യം തേണൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ബാറ്റിൽ കണ്ടാൽ മനസ്സിലാവും ഇത്രയും ഇതിനല്ലേ ഫുള്ള് ചെടിയാണ്. കാരണം ബാറ്റിൽ മണ്ണാണ്, പറമ്പാണ്. ഇതുവരെയോളം പറമ്പുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് മഴ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ അടിച്ചിട്ട് പുതർന്നിട്ടാണ് ഈ സാധനമൊക്കെ പോയെന്ന് തോന്നിട്ടോ. കാരണം അല്ലാതെ ഇങ്ങനെ ടണ പൊട്ടേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ടണ്ണിൻ്റെ കുറവാണ്, നോക്കണ്ട. അപ്പോൾ അത്യാവശ്യം ഇവിടെ സാധനങ്ങളാണ്. പിന്നെ കല്ലുണ്ട്, ഇതാ കണ്ടില്ലേ. എന്നിട്ട് ഇവിടെ ചളി ആവുന്നതാണ്ട് മനസ്സിലാക്കാം. കാരണം അവിടെ നിന്ന് വെള്ളം വരില്ല, അവിടെ താഴ്ചയാണ്. തുറന്ന് കാണിച്ചു തരാം. ഇത് തുറക്കാൻ പറ്റും. തുറന്ന് കണ്ടോ കിണറാണ്. ഇവിടെ ഉള്ളു എന്തൊക്കെ ഓടുന്നുണ്ട്. അതല്ലേ ബാക്കിൽ പൈപ്പ് ഇടണം. ഈ പൈപ്പും പെട്ട് എന്താണെന്ന് വെച്ചാൽ ആ ടെൻറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റിയ സെറ്റപ്പ് ചെയ്യണം. കാരണം ബാത്റൂം ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അതൊന്ന് വർക്ക് ചെയ്യണം. കാരണം അമ്മ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒന്ന് ഫ്രഷ് ആവണം. മീൻസ് ഒന്ന് ടോയ്ലറ്റ് പോകണമെന്നൊക്കെ തോന്നിയാൽ കഷ്ടപ്പാടല്ലേ. വന്നിട്ടില്ല, അതോ ആവശ്യം വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ വീട്ടിൽ പോകണ്ടേ, അല്ലെ ഹോട്ടലിൽ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അവിടെ എയർ ഉണ്ട് തന്നെ. ഇതാണ് അവസ്ഥ. അപ്പം പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇവിടെ ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള തെറ്റ പോയി. അവിടെ നനവുള്ള സാധനം ഒന്നും വെട്ടാൻ പറ്റില്ല. കാരണം മഴ പെയ്യുമ്പോൾ തുരുമ്പ് പിടിച്ചാൽ ഒറ്റ നാശമായി പോകും. അതുകൊണ്ട് പക്ഷേ അവിടെ ഒന്നും വെട്ടാൻ പറ്റൂല. ഇവിടെ ഉള്ള ഇതേപോലെ നിന്നോട്ടെ. ബട്ട് ഈ ആ ഒരു സെക്ഷൻ അല്ലേ, ആ സെക്ഷൻ ഒന്ന് ക്ലീൻ ആക്കണം. ഒന്ന് നോട്ടണ്ട. ഒന്ന് ലേശം ആട്ടെ ഇവിടുന്ന് ഇങ്ങനെ പോകലാണ്. ഇപ്പം പറ്റ് പരിപാടി വരണം. പക്ഷേ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോസ് വാങ്ങാം. നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ക്ലീനിങ് പ്രോസസ്സിലേക്ക് പോകും. ഇതിപ്പോൾ സെക്കൻഡ് എപ്പിസോഡാണ്, മീൻസ് സെക്കൻഡ് വീഡിയോ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. അച്ഛൻ്റെ ഷോപ്പ് ക്ലീൻ ആക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞല്ലേ അമ്മേ? ഓക്കെ ഗൈസ്, റെഡി? എന്താ ഇതാ നമ്മൾ എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഇത് ഓരോ സാധനങ്ങൾ മാറ്റാനാണ്. നമ്മൾ ഓഫീസ് മേശ നേരെ ഇങ്ങോട്ടൊരു വെട്ടു. ഈ സാധനം നമ്മൾ ഇവിടെ സെറ്റാക്കും. ഫാൻ ഇവിടെ റേഡിയോ നിൽക്കുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്യും. റേഡിയോ പറ്റും എന്ത് ചെയ്യുക, വേറെ മാറ്റാ പ്രശ്നമൊന്നുമില്ല. നമ്മളെ വയറിനല്ലേ. ഇനി ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ സാധനം, ഈ ട്രേ ഇതൊക്കെ എന്താക്കണം, അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ബറ്റ് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എന്താണ് അമ്മ, എന്താണ് പറയും, അടിപൊളിയാക്കണം. ഇത് നോക്കണ്ട കേട്ടോ. ഇത് കുത്തി മെഷ അടിപൊളി പൊളിഞ്ഞിടക്കാണ് കണ്ടില്ലേ. ഇത് ഇവിടെ ഈ തരി ആയതുകൊണ്ട് പെട്ടെന്ന് സാധനം പോയിപ്പോവും. ഒന്ന് നോക്കണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി അതാട്ടോ. ഒരു ടോള് വരുന്നുണ്ട്, ഒന്ന് ടോള് അറ്റൻഡ് ചെയ്താട്ടെ. ഓക്കെ അമ്മ, നമ്മളിപ്പോൾ എന്താ ചെയ്ത് ഇതാ നേരത്തെ ആ സെക്ഷനൊക്കെ അതാ നമ്മൾ എത്രയും തീർത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. ഇതൊന്ന് അടിച്ച് വരണം. ഓക്കെ, പിന്നെ അതാ നമ്മൾ ലേശം അങ്ങോട്ട് ഒറ്റ ഇവിടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കാണുന്ന രീതിയിൽ ഒറ്റ സെറ്റപ്പ് ആക്കിയിട്ടുള്ള കേട്ടോ. ഇതൊക്കെ തൂച്ചി വിട്ടാണ് കേട്ടോ. ഇതൊക്കെ തൂച്ചി വിട്ടാണ്. ഇതൊക്കെ കല്ല് വെച്ചിട്ട് അതിന്റെ മേലെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്താ വേണ്ടത് വേണ്ടാത്തതൊക്കെ നോക്കിയിട്ട് മാറ്റണം കേട്ടോ. ഇവിടെ കാര്യമായിട്ട് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് ഒന്ന് കിടക്കണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഞാനും രാവിലെ വരുന്നതല്ലേ, നല്ല ക്ഷീണ കാര്യമുണ്ട്. ഒന്ന് കിടക്കണമെങ്കിൽ ഇവിടെ സ്ഥലമില്ല. അതിനടുത്ത് കംപ്ലീറ്റ് സെറ്റാക്കിയിട്ട് കാണിച്ചു തരണ്ട്. ഇന്നുണ്ടാവില്ല അത്, ഇന്നുണ്ടാവില്ല. ഇന്ന് ഫുള്ള് ക്ലീൻ ആക്കിയതിന് ശേഷം ചെയ്യുള്ളൂ. ഒന്ന് പെയിന്റ് ഒക്കെ അടിക്കണം, ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് ഒരുപാട് കാര്യം ചെയ്യാം. വൃത്തിയായിട്ടുണ്ട്. ഗ്യാസൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, ഒക്കെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. ഇനിയൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. നമ്മൾ ഇവിടുത്തെ അത്യാവശ്യം സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഒറ്റ പൊടിയിട്ട് എടുത്ത് മാറ്റണം. അപ്പുറത്തേക്ക് പോവാണ്ട് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. 5 വർഷമായി ഇവിടെ ആള് കിടന്നിട്ട്. നിങ്ങൾ സത്യം മനസ്സിലാക്കുന്നു, 5 വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. പെരുമ്പാമ്പ് ഇവിടെ കയറി കൂടാത്തത് എന്റെ ഇരിക്കുന്ന ഭർത്താവ് ഉള്ളവരെ കൊണ്ട് മാത്രം ദൈവം ആഗ്രഹിക്കേണ്ട. ഒരു ഭർത്താവ് എനിക്ക് നിലനിൽക്കണം. ഇവിടെ ഏതൊക്കെ എന്താ പറയാ, പെരുമ്പാമ്പല്ല. അയ്യോ ഇന്ന് ഞാനിന്ന് വായിച്ചല്ലോ, ചേനത്തണ്ടനോ വളയപ്പനോ അങ്ങനെ എന്തൊക്കെയോ പാമ്പുകള് കടിച്ച അപ്പം ചാവും പോലെ. ആയുസിന്റെ ബലം കൊണ്ടാണ്. അപ്പൊ ഗായ്സ് കാണാം ഇനി ഒരുപാട് കാഴ്ചകൾ. ഞങ്ങളിങ്ങനെ
എന്തൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്ര ഒക്കെയായി അവിടെയുള്ള മേശ എന്നുള്ളതാ ഇവിടെ സെറ്റപ്പ് ചെയ്ത് പിന്നെ ഇവിടെ ഉള്ള നമ്മളെ ഓഫീസ് ടേബിൾ അതാ പുറത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലേ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഞങ്ങൾ ഈ മേശേനെ എടുത്തിട്ട് ഈ സൈഡിലേക്ക് ഇടണം. ഓക്കെ, നമ്മൾ അവിടെ ടൂൾ സെറ്റ് ചെയ്യും. ഇവിടെ ഓഫീസ് ടേബിൾ വെക്കും. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ആക്കാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ നോക്കാം എന്തൊക്കെ ഏതൊക്കെ വരാവുന്നു അല്ലേ. ഇത്തിരിയല്ല, നല്ല പാടാണ്. കാരണം ഓരോ ടൂൾ പോവാത്ത രീതിയിൽ എടുത്തു വെക്കണം. ആവശ്യമുള്ള സാധനങ്ങളാണ്. സ്വന്തം റിസ്കാ. എന്റെ പോയാൽ ഞാൻ സമാധാനം. പിന്നെ അച്ഛൻ വലിയ കുഴപ്പമുണ്ടാവില്ല. ഓള് വന്ന് ശരിയാക്കിയില്ലേന്നേ പറയുള്ളൂ. ഇത് ഈ ടൂളാട്ടോ, നമ്മളെ ലൈറ്റിൽ യൂസ് ചെയ്യുന്ന ടൂളാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? ഇതൊക്കെയല്ലേ ഉള്ളൂ അല്ലേ? ഇതൊരാക്കിട്ടാളുടെ റൈസ് എന്നിട്ട് വേണം ബാക്കി എന്താണമ്മേ വെട്ടി അങ്ങോട്ട് തിരിക്കുക. അതിന്റെ അടിയിലുള്ള കണ്ടില്ല. ഇതും അതും നമ്മൾ ജാമായിട്ട് ഈ വരണം. നല്ലോണം വെള്ളം ഇട്ടങ്ങോട്ട് പോയി അല്ലേ. പറഞ്ഞില്ല, ഞാൻ എപ്പം വരാന്ന് പറഞ്ഞതാ. നിന്നില്ല, ഞാൻ അച്ഛൻ സാധനം എടുത്തു വെക്കാൻ വേണ്ടി പോയത്. അപ്പത്തേക്കും പറ്റി. അച്ഛനോട് പറയണ്ടാന്ന് നിന്നിട്ട് ഡാഡിക്കുള്ളത് എന്താ വെച്ചാ തട്ടാളാ. ഇത് എവിടെയാ തണുപ്പുള്ള? ഇത് തണുപ്പില്ലല്ലോ. ആ ആ ആ ചട്ട തന്നെ എടുക്കാം. ഓ ഓട്ടെ. ആ അച്ഛൻ പോയത് കേട്ടോ. അച്ഛൻ എന്തോ സാധനം ഇട്ടാൻ വേണ്ടി പോയതാ. അപ്പോൾ ബാക്കി ചെയ്യാം അല്ലേ. ഗൈസ്, ഇത് അമ്മ തന്നല്ല, അമ്മ എനിക്ക് തീറ്റി തരികയാണ്. ഇത് മുത്താറി കേട്ടോ. മുത്താറി പ്ലസ് മുത്താറി, ചാമരി, ഉഴുന്ന്, സാമ്പാറ്, ഉണക്കൽ വറുത്തത്. അത് ഉദയേട്ടനെ കൊണ്ടുവന്നാണ്. ഇപ്പം കൂട്ടൂല, ഞാനും കൂട്ടൂല. പിന്നെ ഇത് ബോംബാളിൽ എഴുതിയിട്ട് ഞങ്ങൾ അത്യാവശ്യം പണിയിട്ട് കഴിഞ്ഞ് അല്ല അമ്മ. ഏറ്റവും കൂടുതൽ പണിയെടുത്ത അമ്മ കേട്ടോ, ഞാനല്ല. അമ്മയാണ് ഏറ്റവും കൂടുതൽ പണിയെടുത്തത്. എന്നിട്ട് അമ്മ അത് ടൈയായിട്ട് എഴുതുകയാണ്. പോയി പണിയെടുത്ത് അങ്ങനെ ഓയിൽ മേലൊക്കെ. ആ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്? കരിയോയിൽ ആയിരുന്നു. കരിയോയിൽ കുടിച്ചിന്റെ മുഖം കണ്ടാൽ എന്താ മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നമില്ല. അപ്പം ഞങ്ങൾ കൈ കഴുകി നമ്മളെന്ത് ചെയ്യാൻ പോവാ? ചാടിക്കാൻ പോവാ അല്ലേ? കളിച്ച അച്ഛൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാ? ചായ പിടിച്ചിട്ട് ബാക്കി പരിപാടി വരണം. ഓക്കെ, അത്യാവശ്യം അത്യാവശ്യമല്ല അത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. അത് ഞങ്ങൾ മാറ്റിയിട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം. നാളെ കാണിച്ചു കൊടുക്കാം. അവിടെ ചെയ്തത് കാണിച്ചു. ഇനിയിപ്പോ ഒരുപാട് പണിയുണ്ട്. 3-4 ദിവസത്തെ പണിയുണ്ട്. എന്നാലും തീരൂല. ഞാൻ അന്ന് ഇവിടുന്ന് വൃത്തിയാക്കി ഇട്ടീനി. അത് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചായില്ലേ, ഒരു 2 ദിവസം 3 ദിവസം ആയിട്ടുള്ളൂ. 2 ദിവസം ഇവിടെയൊക്കെ വൃത്തിയാക്കാനില്ല. അപ്പോൾ ഞങ്ങളിത് അടിപൊളിയായിട്ട് ഫുള്ള് മാറ്റിയിട്ട് നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് സംഭവങ്ങൾ മാറ്റിയിട്ടുണ്ട്. മേശയുടെ അത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ട്. നേരത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പിന്നെ അത് ആ റാറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഫാൻ മാറ്റിയിട്ടില്ല. അതാ ഇവിടുന്ന് റാറ്റ് എടുത്തിട്ട് ഇങ്ങോട്ടേ സെറ്റ് ചെയ്ത്. പിന്നെ ഫാൻ മാറ്റിയിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മളെ മേശ ഇവിടെ വെച്ചിട്ടുണ്ട്. സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഫാൻ അങ്ങോട്ടൊരു ടാറ്റോട്ട് ഇട്ടു. അപ്പോൾ നോ ഇഷ്യൂസ്. പിന്നെ നമ്മൾ അവിടെ ഉള്ള മേശകളൊറ്റതാ ഇപ്പുറത്തേക്ക് 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ 2 പോലെ അപ്ഡോട്ടേറ്റ് ഒറ്റ മാറ്റി ഞങ്ങൾ അത്യാവശ്യം ഞങ്ങളോട്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കേട്ടില്ലേ, ഇത്രയും സെറ്റപ്പാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഇവിടെ റാറ്റടിച്ച് ഇങ്ങോട്ടൊരു സ്ക്രൂവിൻ്റെ പരിപാടിയൊക്കെ ചെയ്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോസ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിലും പൊളിച്ച് വീഡിയോ വരുമ്പോൾ വീണ്ടും കാണാം. അതേറ്റവും ബൈ.